ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് ക്രൂ. അപ്പൊ നമ്മൾ ഇന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിട്ടാണ് വീണ്ടും എത്തിയിട്ടുള്ളത്. ജോബ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് JHI. നമ്മൾ എല്ലാവരും ഇന്ന് അല്ലെങ്കിൽ നാളെ ഒരു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ആയിട്ട് സേവനം അനുഷ്ഠിക്കാൻ പോകുന്നവരാണ്. ഇതെല്ലാവർക്കും അറിയാം. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ കഷ്ടപ്പെടുന്നതും ഈ പഠിക്കുന്നതൊക്കെ എല്ലാം. അപ്പോ എന്തുകൊണ്ട് JHI കോഴ്സ് DHIC കോഴ്സ് തിരഞ്ഞെടുത്തു എന്നൊക്കെ എല്ലാവർക്കും ചോദിക്കുമ്പോൾ JHIയുടെ ജോബ് അത് എന്തൊക്കെയാണ് നമ്മുടെ കർത്തവ്യങ്ങൾ, നമ്മൾ ഈ സൊസൈറ്റിക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ ബാധ്യസ്ഥരാണെന്നൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൽ നോക്കാം. ഇപ്പൊ ഫസ്റ്റ് എന്താണ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എന്ന് നോക്കാം. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ഒരു മൾട്ടി പർപ്പസ് ഹെൽത്ത് വർക്കർ ആണ്, മെയിൽ ഹെൽത്ത് വർക്കർ ആണ്. ഒരു സബ് സെന്ററിലാണ് വർക്ക് ചെയ്യുന്നത്. 3000 to 8000 പോപ്പുലേഷൻ ഉണ്ട് നമുക്ക്. JPH-നാണ് നമ്മുടെ കോ വർക്കർ എന്ന് പറയുന്നത്. പിന്നെ JHI ആണ് എന്താണ്, ഒരു ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റവും കമ്മ്യൂണിറ്റിക്ക് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ലെവൽ കോൺടാക്ട് എന്ന് പറയുന്നത് JHI ആണ്. ഒരു ഒഫീഷ്യൽ കോൺടാക്ട്, ആശാ വർക്കർ ഒരു കോൺടാക്ട് ആണ്. എന്നാൽ JHI ആണ് ഒരു ഫോർമൽ ആയിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റത്തിലോട്ടുള്ള കോൺടാക്ട്. പിന്നെ മെയിൽ വർക്കറിന് എന്താണ്, ബോത്ത് ഇൻസ്റ്റിറ്റ്യൂഷണലും ഫീൽഡ് റെസ്പോൺസിബിലിറ്റിയും ഉണ്ട്. രണ്ട് വർക്കുണ്ട്. നമ്മൾ ഫീൽഡ് വർക്കും ചെയ്യണം, ഹോസ്പിറ്റലിലെ വർക്കും ചെയ്യണം. പിന്നെ ഇംപ്ലിമെന്റേഷൻ ഓഫ് ഹെൽത്ത് പ്രോഗ്രാംസ് എല്ലാം ഇംപ്രൂവ് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതും ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ സ്പ്രെഡ് തടയുന്നത്, പ്രിവെന്റ് ചെയ്യുന്നതുമാണ് JHIയുടെ മെയിൻ ആയിട്ടുള്ള ജോബ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത് എന്തൊക്കെ ജോബ് റെസ്പോൺസിബിലിറ്റി ഉണ്ടോ നോക്കാം. ഓഫ് കോഴ്സ് ആദ്യത്തേത് കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ കാര്യം തന്നെയാണ്. കൺട്രോൾ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസ്. ഈ നമുക്ക് കുറച്ച് നോട്ടിഫയബിൾ ഡിസീസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ കോളറ, സ്മോൾ പോക്സ്, പ്ലാഗ്, പോളിയോ, TB, മലേറിയ, ലെപ്രസി, ഇങ്ങനത്തെ എന്ന് പറയുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും ഇങ്ങനെ ഒരു JHI എന്ന നിലയിൽ ഇങ്ങനെ ഒരു ഡിസീസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഹയർ ഒഫീഷ്യലിലേക്ക് അറിയിക്കണം. അങ്ങനത്തെ ഒരു നോട്ടിഫയബിൾ ഡിസീസിന്റെ ഒക്കെ ഐഡന്റിഫിക്കേഷനും പിന്നെ കുറച്ച് പെട്ടെന്ന് സ്പ്രെഡ് ആവുന്ന കമ്മ്യൂണിക്കബിൾ ഡിസീസ്, ഈ അക്യൂട്ട് ഡയറിയൽ ഡിസീസും ഗ്യാസ്ട്രോ എൻട്രൈറ്റീസും, ഇതെല്ലാം നമ്മൾ എപ്പോഴും അതാത് ടൈമിൽ, ഇപ്പൊ നമ്മുടെ കണ്ണിൽ ഒരു കേസ് പെട്ടു അല്ലെങ്കിൽ നമ്മൾ അതിനെ ഡയഗ്നോസ് ചെയ്ത് ഒരു ഫീൽഡ് വർക്ക് പോകുന്ന സമയത്ത് നമ്മളത് ഹയർ അതോറിറ്റിയിൽ ഉറപ്പായിട്ടും ഇമ്മീഡിയറ്റ് ആയിട്ട് അറിയിക്കണം. പിന്നെ ORSന്റെ ഡിസ്ട്രിബ്യൂഷൻ JHIയുടെ ജോബാണ്. അതുപോലെ തന്നെ എന്താണ്, കമ്മ്യൂണിറ്റിയെ എഡ്യൂക്കേറ്റ് ചെയ്യണം. ഈ കൊതുകിനെയൊക്കെ നശിപ്പിക്കണം, വെള്ളം കെട്ടി കിടക്കരുത്, അങ്ങനത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രിവെന്റീവ് മെഷേഴ്സ് ഒക്കെ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടത് JHIയുടെ ഉത്തരവാദിത്വമാണ്. അതുപോലെ തന്നെ നാഷണൽ ഡിസീസ് സർവൈലൻസ് പ്രോഗ്രാം, ഒരുപാട് ഡിസീസ് സർവൈലൻസ് പ്രോഗ്രാം ഉണ്ട്. അതിനെല്ലാത്തിനെയും അസിസ്റ്റ് ചെയ്യേണ്ടത്, കാരണം ഏറ്റവും ഒരു ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്നുള്ള ഒരു വർക്കർ എന്ന നിലയിൽ അതിനെല്ലാത്തിനും അസിസ്റ്റ് ചെയ്യേണ്ടത് ഒരു JHIയുടെ കർത്തവ്യമാണ്. അടുത്ത് ഹെൽത്ത് ആൻഡ് ഫാമിലി എഡ്യൂക്കേഷൻ. ഹെൽത്ത് ആൻഡ് ഫാമിലി എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് ഒരു കുടുംബാരോഗ്യത്തിന് വേണ്ടിയുള്ള എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത്. ഒരു ഡിസീസിന്റെ കാര്യമായാലും പേഴ്സണൽ ഹൈജീന്റെ കാര്യമായാലും അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എൻവയോൺമെന്റൽ സാനിറ്റേഷൻ ആയാലും നമ്മളുടെ ഡെയിലി റൊട്ടീൻ ആയാലും ഇതെല്ലാം ഹൗസ് വിസിറ്റിന്റെ സമയത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. എന്താണ് അവരുടെ എന്തെങ്കിലും ലൈഫ് സ്റ്റൈലൊക്കെ എന്തെങ്കിലും അൺഹെൽത്തി ആയിട്ട് തോന്നണമെങ്കിൽ അതൊക്കെ എഡ്യൂക്കേറ്റ് ചെയ്യുക ആ ഫീൽഡ് വിസിറ്റിന്റെ സമയത്ത്, ഹൗസ് വിസിറ്റിന്റെ സമയത്ത്. അതുപോലെ തന്നെ IEC, ഇൻഫർമേഷൻ എഡ്യൂക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ഒക്കെ കണ്ടക്ട് ചെയ്യേണ്ടത് JHIയുടെ ഉത്തരവാദിത്വമാണ്. പിന്നെ അഡിക്വേറ്റ് പ്രോഗ്രാംസ്, ഈ NCD ക്ലിനിക്സും അങ്ങനെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ക്ലിനിക്സ്, ക്യാമ്പ്സ് ഒക്കെ നമ്മൾ സെറ്റ് ഔട്ട് ചെയ്യും. അപ്പൊ ആ ടൈമിലും എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടതും JHIയുടെ ഉത്തരവാദിത്വമാണ്. അതുപോലെ തന്നെ ന്യൂട്രീഷണൽ സർവീസ് അറിയാം. കറക്റ്റ് ആയിട്ടുള്ള മാൽ ന്യൂട്രീഷൻ ഒക്കെ തടയുന്നത് വഴി നമുക്ക് കുട്ടികളുടെ ആരോഗ്യമൊക്കെ കാത്തു സൂക്ഷിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ കൊടുക്കുന്നത് വഴി സപ്ലിമെന്റ്സിന്റെ കാര്യങ്ങളൊക്കെ അവരെ അറിയിക്കുക, അല്ലെങ്കിൽ PHCയിലേക്ക് റെഫർ ചെയ്യുക. ട്രീറ്റ്മെന്റ് ഇവിടെ കൊടുക്കുന്നുണ്ട്, അയൺ ആൻഡ് ഫോളിക് ആസിഡ് ടാബ്ലറ്റ്സ് ഒക്കെ ഹോസ്പിറ്റലിൽ വന്നാൽ തരും. അങ്ങനത്തെ ന്യൂട്രീഷണൽ അഡ്വൈസ് ഒക്കെ കൊടുക്കുക. അതുപോലെ അയൺ ആൻഡ് ഫോളിക് ആസിഡിന്റെ പറഞ്ഞു. അടുത്ത് ന്യൂട്രീഷണൽ ഡയറ്റ്, അമ്മമാർക്കും ചിൽഡ്രൻസിനുള്ള ന്യൂട്രീഷണൽ ഡയറ്റ് ഒക്കെ നമുക്കൊരു ചെറിയ ഡയറ്റ് ഒക്കെ ഓഫ്കോഴ്സ് കൊടുക്കാൻ പറ്റും. എന്തൊക്കെ കഴിക്കണമെന്നും കഴിക്കേണ്ടത് ഇതാണെന്നും എന്നൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഇതുണ്ട് നമുക്ക്. അടുത്ത ഇമ്മ്യൂണൈസേഷൻ അറിയാം. നമ്മൾ JPH-നാണ് വാക്സിൻസ് ഒക്കെ എടുക്കണമെങ്കിലും നമ്മളാണ് ആ ഡേറ്റാസ് എല്ലാം ഇമ്മ്യൂണൈസേഷൻ രജിസ്റ്ററിൽ എൻ്റർ ചെയ്യുന്നത്. അത് നോർമലി ഇപ്പൊ രജിസ്ട്രേഷനും ചെയ്യണം, ഓഫ് കോഴ്സ് അത് ഇപ്പൊ ഓൺലൈനായിട്ടും ചെയ്യേണ്ടി വരും. അത് JHIയുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഉത്തരവാദിത്വമാണ്. ഇപ്പൊ പഠിക്കുമ്പോൾ അത് കൃത്യമായിട്ട് തന്നെ പഠിക്കുക. അത് നിങ്ങൾ സർവീസിൽ കയറുമ്പോൾ അത് കൃത്യമായിട്ട് തന്നെ ചെയ്യേണ്ടി വരും. അടുത്തെന്താണ്, മെയിൻ്റെനൻസ് ഓഫ് കോൾഡ് ചെയിൻ ആൻഡ് പ്രോപ്പർ സ്റ്റോറേജ്. നമുക്കറിയാം വാക്സിൻ ഒക്കെ കോൾഡ് ചെയിനിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഐസ്ലാൻഡ് റെഫ്രിജറേറ്ററുകളിലൊക്കെ കൃത്യമായിട്ടുള്ള ടെമ്പറേച്ചറിൽ നമ്മൾ ഓരോ വാക്സിൻസ് ഒക്കെ സ്റ്റോർ ചെയ്യണം. അതിന്റെ മെയിൻ്റെനൻസിന് ഇത് ചെയ്യുക. പിന്നെ അറിയാം, നമ്മൾ ഔട്ട്റീച്ച് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട് അല്ലേ. ചില ഇമ്മ്യൂണൈസേഷൻ ക്യാമ്പ്സ് ഒക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ദൂരത്തേക്ക് സെറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനത്തെ ഒക്കെ ദൂരത്തോട്ടൊക്കെ പോകുന്ന സമയത്ത് അവരുടെ ഒന്ന് അസിസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ അടുത്ത സ്കൂൾ ഹെൽത്തിലും എന്താണ്, കുട്ടികൾക്ക് വേണ്ടി മെഡിക്കൽ എക്സാമിനേഷന്റെ ഇൻസ്ട്രക്ഷൻ ഒക്കെ കൊടുക്കണം.
അവർക്ക് വേണ്ട ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കണം. പിന്നെ സാനിറ്റേഷൻ ഇൻസ്പെക്ഷൻ, സ്കൂളിൽ എന്താണ് കുട്ടികളൊക്കെ അല്ലേ, അപ്പോൾ ഭയങ്കര വേസ്റ്റ് ഒക്കെ വലിച്ചു വാരി ഇടുന്നതും ഫുഡ് വേസ്റ്റ് ഒക്കെ ഇംപ്രോപ്പർ ആയിട്ട് ഇടുന്നതും അതുവഴി ഈ ഈച്ചകളും ഈ റോഡൻസിന്റെ ഒക്കെ ശല്യമൊക്കെ കൂടും. അപ്പൊ അതെല്ലാം സാനിറ്റേഷൻ വർക്കിൽ കറക്റ്റ് ആയിട്ട് ചെയ്യുക എന്ന് പറഞ്ഞ് ടീച്ചേഴ്സിനും പറഞ്ഞു കൊടുക്കുക. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നത് ടീച്ചേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്ത് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവിടെ ഒരു ഹെൽത്തി ആയിട്ടുള്ള എൻവയോൺമെന്റ് ഉണ്ടാക്കുക. അടുത്ത പബ്ലിക് ഹെൽത്ത് റെസ്പോൺസിബിലിറ്റീസ് അറിയാലോ. അപ്പൊ JHയുടെ വർക്കിംഗ് ടൈം 9 to 4 ആണെങ്കിലും 24 അവേഴ്സും ഒരു JHA അവൈലബിൾ ആയിരിക്കണം എന്നാണ്. കാരണം നമ്മളൊരു ബേസ് വർക്കർ ആയതുകൊണ്ട് ഓഫ്കോഴ്സ് നമ്മളോടെ ആയിരിക്കും ആദ്യത്തെ എക്സ്പ്ലനേഷൻ അത് ഹയർ അതോറിറ്റീസ് ചോദിക്കുക. അതുപോലെ തന്നെ എന്താണ് ഡേഞ്ചറസ് ആൻഡ് ഒഫൻസീവ് ട്രേഡ് ഒക്കറിങ് സ്ഥലത്ത് ഇൻസ്പെക്ഷൻ നടത്താനുള്ള എല്ലാ അധികാരവും JHയ്ക്കുണ്ട്. നമ്മുടെ പുതിയ കേരള പബ്ലിക് ഹെൽത്ത് ആക്ട് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഒരുപാട് അതോറിറ്റി ഉണ്ട് കേട്ടോ, പവർ ആൻഡ് അതോറിറ്റി ഇപ്പോൾ ഉണ്ട്. പിന്നെ ഫുഡ് ഐറ്റംസ് പ്രിപ്പയർ ചെയ്യുന്ന ബേക്കറി ഹോട്ടൽസിലൊക്കെ സാനിറ്റേഷൻ ഒക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കേണ്ട ചുമതല നമ്മുടെയാണ്. അതുപോലെ കറക്റ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് ഒക്കെ ആ ഹോട്ടൽസിനൊക്കെ ഉണ്ടെന്ന് ഇത് ചെയ്യണം. അതുപോലെ തന്നെ സൂപ്പർവൈസേഴ്സിനെയും മെഡിക്കൽ ഓഫീസറിനെയും ഇപ്പൊ ടെക്നിക്കൽ റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി അസിസ്റ്റ് ചെയ്യേണ്ടത് JHയുടെ ഉത്തരവാദിത്വമാണ്. കാരണം നമ്മളല്ലേ എല്ലാം നോക്കി നടത്തി ചെയ്യേണ്ടത്. അപ്പൊ അവർ ആദ്യത്തെ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടതും അവർക്ക് വേണ്ടി അസിസ്റ്റ് കൊടുക്കേണ്ടത് നമ്മളാണ്. അടുത്തെന്താണ് പ്രോപ്പർ എൻവയോൺമെന്റൽ സാനിറ്റേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലോക്കൽ വാർഡ് മെമ്പേഴ്സ്. ഇപ്പൊ നമ്മുടെ ഫണ്ടൊക്കെ ഗവൺമെന്റ് അനുവദിക്കുന്നത് ലോക്കൽ വാർഡ് മെമ്പറിന്റെ ഒക്കെ പഞ്ചായത്ത് മെമ്പേഴ്സിന്റെ ഒക്കെ ഇതിലായിരിക്കും. അപ്പൊ അത് വെച്ച് സാനിറ്റേഷൻ വർക്കൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യേണ്ടതും ഒരു JHയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഉത്തരവാദിത്തം ആണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇപ്പൊ നിങ്ങളും ഇതൊക്കെ എല്ലാം ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് നിങ്ങളും ഒരു JHA ആയിട്ട് ഇതൊക്കെ ജോലിയൊക്കെ ചെയ്യുന്നതൊക്കെ ആയിട്ടായിരിക്കും മനസ്സിൽ അറിയുക. അപ്പോൾ എല്ലാവർക്കും എത്രയും പെട്ടെന്ന് ജോലിയിലേക്ക് എത്താൻ സാധിക്കട്ടെ. ഈ ടോപ്പിക്സ് ഒക്കെ പഠിച്ച് നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഫോർ ലിസണിങ്. താങ്ക് യു.